മനുഷ്യ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മനുഷ്യ സ്വഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമായ സ്നേഹത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ യേശുദേവനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നത് സ്നേഹ നായകൻ അല്ലെങ്കിൽ സ്നേഹ ഗായകൻ എന്നുള്ള വാക്കുകളാണ്. സ്നേഹത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത അവതാരമാണ് ശ്രീ ജീസസ് ക്രൈസ്റ്റ്. പാപമോചനം എന്ന് ബൈബിളിൽ പറയുന്നത് ഉദ്ദേശിക്കുന്നത് കർമ്മബന്ധങ്ങളാണ്. പാപം നമ്മെ കർമ്മത്താൽ ബന്ധിക്കുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, പാപം മാത്രമല്ല പുണ്യപ്രവൃത്തികളും കർമ്മമാണ്. ബൈബിളിൽ എപ്പോഴും പാപം എന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. പാപം അല്ലെങ്കിൽ പാപികൾ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കെല്ലാവർക്കും ഒരുപോലെ ബാധകമായ കർമ്മമാണ്. കർമ്മബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടാനാണ് നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ. ഭൂമിയിൽ ജനിക്കുന്ന നമ്മൾ ഇത്തരം ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടാനുള്ള പ്രധാന മാർഗങ്ങളിൽ ഒന്ന് സ്നേഹമാണ്. സ്നേഹം പ്രകടിപ്പിക്കുക, സ്നേഹം ഏറ്റുവാങ്ങുക. പ്രപഞ്ചം മുഴുവൻ, ഈശ്വരൻ മുഴുവൻ സ്നേഹമാണെന്ന് പഠിച്ച് അതിലൂടെ മുന്നേറുക. അങ്ങനെ നമ്മൾ നമ്മുടെ കർമ്മങ്ങളിൽ നിന്നും മോചിതനാവുക. ഇത് ക്രൈസ്റ്റ് പ്രധാനമായും പ്രാധാന്യം കൊടുത്തത് ഈ കാര്യത്തിനാണ്. എല്ലാ മതങ്ങളും, ഒരു മതവും സ്നേഹത്തെക്കുറിച്ച് ഉദ്ബോധനം നടത്താതെ പോയിട്ടില്ല. എല്ലാ മതങ്ങളുടെയും വിശുദ്ധ ഗ്രന്ഥങ്ങൾ മനുഷ്യനെ ഈശ്വര മാർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അപ്പോഴെല്ലാം പറയുന്നത് സ്നേഹത്തിനെ കുറിച്ചാണ്. സ്നേഹമാണ് ഈശ്വരൻ, ഈശ്വരനാണ് സ്നേഹമെന്ന് എല്ലാ മതങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുന്നു. ഒരു മനുഷ്യന് ശുദ്ധമായ സ്നേഹമുണ്ടെങ്കിൽ അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നാണ്. മനുഷ്യർക്ക് ശുദ്ധമായ സ്നേഹമുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നമ്മൾ അതിലേക്ക് എത്തിച്ചേരണം. ശുദ്ധമായ സ്നേഹം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഈശ്വര സാന്നിധ്യം ഉണ്ടായിരിക്കും. ഈശ്വരന്റെ സാന്നിധ്യമുള്ളിടത്ത് അങ്ങനെയുള്ള ഒരു മനസ്സിൽ പിന്നെ ദുഷ്ചിന്തകളും കടന്നു വരില്ല. നമ്മുടെ മനസ്സില് പോസിറ്റീവ് ഗുണങ്ങൾ നിറയുന്നതിനനുസരിച്ച് നമ്മുടെ ദുഃഖങ്ങൾ കുറയും. നമ്മുടെ ദുഃഖങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ തെറ്റായ ചിന്തകളും മാനസികമായ വിശകലനങ്ങളും പ്രവൃത്തികളുമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ചിന്തകളെ തെറ്റായ മാർഗത്തിലൂടെ കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ സ്നേഹക്കുറവാണ്. ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗുണമായ സ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് വളർത്തിയെടുക്കണം. ആ സമയത്ത് അവിടെ ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ടാവും. നമ്മളിപ്പോൾ കുറച്ച് മനുഷ്യ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അവയെല്ലാം ഈശ്വര സാന്നിധ്യം നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്നതാണ്. അങ്ങനെ ഈശ്വര സാന്നിധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നു എങ്കിൽ നമ്മുടെ ദുഷ്ചിന്തകൾക്ക് അറുതി വരും. അതല്ലാതെ നമ്മൾ ധരിച്ചാൽ, സ്വന്തമായി വിചാരിച്ചാൽ നമുക്ക് നന്നാവാനൊന്നും പറ്റില്ല. കാരണം നമ്മുടെ ഇൻബോൺ നേച്ചേഴ്സ് ആണ് ദുഷ്ചിന്തകൾ. ജന്മനാലുള്ള സ്വഭാവങ്ങളാണ് ദുഷ്ചിന്തകൾ. സത്ചിന്തകളും നമ്മളിലുണ്ട്, ദുഷ്ചിന്തകളുമുണ്ട്. രണ്ടും ബൈ ബർത്താണ്, ജന്മനാലുള്ളതാണ്. ചില ആൾക്കാർക്ക് അതിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അത് മുൻജന്മ കർമ്മമാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ നമ്മളുടെ ഒരു ദുഷ്ചിന്തയിൽ നിന്നും നമുക്കത്ര മോചനമുണ്ടാവില്ല. നമ്മളതിന് ഒരേ ഒരു മാർഗം കണ്ടെത്തേണ്ടത് ഈശ്വര നാമജപം. ഈശ്വര നാമജപം എന്ന് പറഞ്ഞാൽ ഈശ്വര നാമം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയും അങ്ങനെ നമ്മൾ
നല്ല പ്രവൃത്തികളിൽ മാത്രം ഏർപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതായത് പുസ്തകങ്ങൾ പഠിച്ചിട്ടോ മറ്റേതെങ്കിലും ആരുടെയെങ്കിലും ഉപദേശം കേട്ടിട്ടോ നമ്മൾ നന്നാവില്ല. നമുക്ക് തന്നെ ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും അടിത്തറ. അതിൽ നിന്നാണ് നമ്മുടെ സ്വഭാവ രൂപീകരണം മാറ്റം വരേണ്ടത്. ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കുന്നതും ഈശ്വര പ്രേമം കാരണമാണ്. ഈശ്വര സ്നേഹം കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലവിൽ വരുന്നത്, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ഭൂമിയിൽ മനുഷ്യൻ ജനിക്കുന്നത്. എന്ത് സംഭവിക്കുന്നതും ഈശ്വരന് ഈ പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളോടുമുള്ള സ്നേഹത്തിൽ നിന്നാണ്. സൂര്യൻ ഉദിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, ജീവജാലങ്ങൾക്ക് വേണ്ടിയാണ്. സൂര്യൻ ഉദിക്കാൻ കാരണം ഈശ്വരന് നമ്മളോടുള്ള ഒരു സ്നേഹത്തിന് ഉദാഹരണമാണ് സൂര്യൻ ഉദിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നില്ലെങ്കിൽ പിന്നെ ഭൂമിയില്ല. സൂര്യൻ ഉദിക്കുന്നതല്ല എന്നുള്ളത് വേറൊരു കാര്യം. നമ്മൾ മിക്കവർക്കും അറിയാമായിരിക്കും. സൂര്യൻ അസ്തമിക്കുന്നൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ കാണുന്നത് സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, പിന്നെ ഇരുട്ടാവുന്നു. നമ്മളത് പറഞ്ഞാൽ മതിയല്ലോ. അതിന്റെ സയൻസ് ഭാഗം നമ്മളിപ്പോ നോക്കണ്ട. ഭൂമിയുടെ കറക്കം കൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നു എന്നും അസ്തമിക്കുന്നു എന്നും നമുക്ക് തോന്നുന്നത് എന്ന് നമുക്ക് മിക്കവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ സൂര്യൻ ഉദിക്കുന്നു, മനോഹരമായ ദൃശ്യമാണ്. സൂര്യൻ അസ്തമിക്കുന്നു, അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. അത് സംഭവിക്കുന്നത് ഭൂമി സ്വയം ചുറ്റുന്നത്, ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്, അതിന്റെ ഭാഗമായി ഋതുക്കൾ മാറി മാറി വരുന്നത്, വസന്തകാലവും ഹേമന്തകാലവും ശിശിരകാലവും എല്ലാം മാറി മാറി വരുന്നത്, പൂക്കൾ വിടരുന്നത്, ധാന്യം വിളയുന്നത്, കിളികൾ ചിലയ്ക്കുന്നത്, ശിശുക്കൾ പുഞ്ചിരിക്കുന്നത്, മനോഹരമായ ദൃശ്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇതെല്ലാം ഈ ഭൂമിയിലും ഈ പ്രപഞ്ചത്തിലും സംഭവിക്കുന്നത് സർവ്വജീവജാലങ്ങളുടെയും ഉള്ളിൽ പ്രേമം പൊട്ടിവിടരുന്നത്, സ്നേഹമുണ്ടാകുന്നത്, സ്നേഹം ഉത്ഭവിക്കുന്നത് എല്ലാം സംഭവിക്കുന്നത് ഈശ്വര പ്രേമത്തിൽ നിന്നാണ്. സ്നേഹവും പ്രേമവും ആരംഭിക്കുന്നത് ഈശ്വരനിൽ നിന്നാണ്. ഈശ്വരനാണ് ദേവീ ദേവനായി മാറുന്നതും. ഹിന്ദു പുരാണം അനുസരിച്ച് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും സരസ്വതിയും ലക്ഷ്മിയും മഹാദേവിയും എല്ലാം ഈശ്വരൻ രൂപം പ്രാപിക്കുന്നതാണ്. എല്ലാം സംഭവിക്കുന്നത് ഈശ്വരന്റെ സ്നേഹത്തിൽ നിന്നാണ്. ഒരാൾ മറ്റൊരാളിനെ സ്നേഹിക്കുമ്പോൾ വാസ്തവത്തിൽ രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള പരസ്പര വിനിമയമാണ്, കമ്മ്യൂണിക്കേഷനാണ്. ശരീരത്തിൽ വരുന്നതിന് മുമ്പ് ആത്മാക്കളായിരുന്ന രണ്ട് ആത്മാക്കൾ ഭൂമിയിൽ ശരീരം എടുത്തതിന് ശേഷം പരസ്പരം കണ്ടുമുട്ടി സ്നേഹിക്കുന്നത് വാസ്തവത്തിൽ ആത്മാക്കൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ശരീരം ഇല്ലെങ്കിലും ആത്മാക്കൾ തമ്മിൽ വിനിമയം നടത്തുന്നത്, പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വികാരങ്ങൾ കൈമാറുന്നത് സ്നേഹത്തിലൂടെയാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ പറഞ്ഞു കളയുന്ന ഒരു വാക്കല്ല എന്ന് പറയാനാണ് ഇതൊക്കെ പറയുന്നത്. അത് ഭൂമിയിൽ അവസാനിക്കുന്നില്ല, സർവ്വ ആത്മലോകങ്ങളിലും സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു. രണ്ട് വ്യക്തികൾ തമ്മിൽ, പുരുഷന്മാർ തമ്മിലാവട്ടെ, സ്ത്രീകൾ തമ്മിലാവട്ടെ, അമ്മയും മകനുമാവട്ടെ, ഭാര്യയും ഭർത്താവുമാവട്ടെ, ആരുമാവട്ടെ, രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ പുറമേ നമുക്കവർ ശരീരമാണെന്ന് തോന്നുന്നു എങ്കിലും വാസ്തവത്തിൽ അവിടെ ആത്മാക്കൾ തമ്മിലുള്ള സ്നേഹമാണ്. നമ്മളൊരാളിനെ ആദ്യമായി കണ്ട് പുഞ്ചിരിക്കുമ്പോഴും
അവിടെ ആ പുഞ്ചിരി സംഭവിക്കുന്നത് ആത്മാക്കൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ തന്നെയാണ്. എപ്പോഴും അത് മനസ്സിലാക്കുക. ആത്മാക്കൾ തമ്മിലാണ് കണ്ടുമുട്ടുന്നത് പോലും. നമുക്കത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല, നമ്മൾ ആൾക്കാരെ ശരീരമായി കാണുന്നത് കൊണ്ട്. അപ്പോ ശരീരങ്ങൾ തമ്മിലല്ല സ്നേഹം സംഭവിക്കുന്നത്. ഈവൻ സ്പർശിക്കുന്നത് പോലും, അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരത്തിൽ തൊടുന്നത് പോലും ആത്മാവാണ് അവിടെ ഇടപെടുന്നത്. ദൃശ്യമായ ശരീരവും കടന്ന് അദൃശ്യമായ അതിസൂക്ഷ്മമായ ആത്മാവിലേക്ക് പടരുന്നതാണ് സ്നേഹം. നമ്മൾ ധരിക്കുന്ന മാതിരി പുറമേ നമ്മുടെ ശാരീരികമായ ബന്ധങ്ങളല്ല സ്നേഹം. അതിനും അപ്പുറത്തേക്ക് ഇത് എപ്പോഴും ആത്മാവിലേക്ക് കടന്നു ചെല്ലുന്നു. ആര് തമ്മിലുള്ള അടുപ്പവും ആത്മാവ് തമ്മിലുള്ള അടുപ്പമാണെന്ന് അറിയുക. അങ്ങനെ അല്ലാതെ ഭൂമിയിൽ ആരും ഇല്ല. അതുകൊണ്ടാണ് നിശബ്ദമായ സ്നേഹങ്ങൾ ധാരാളമുണ്ട്. അത് ഗുരു ശിഷ്യ ബന്ധമാവാം, അതല്ലാതെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലാവാം, എന്തോ ആവാം. അങ്ങനെ നിശബ്ദമായ സ്നേഹം പോലും മറ്റേ ആളിന് മനസ്സിലാകുന്നു എന്നുള്ളത് കാരണം അത് ആത്മാക്കൾ തമ്മിൽ അറിയുന്നത് കൊണ്ടാണ്. ഈ വാക്കുകൾ കൊണ്ടുള്ള സ്നേഹപ്രകടനം ഇല്ലാത്ത സ്നേഹങ്ങളുണ്ട്. വാത്സല്യത്തോടുകൂടി അമ്മമാര് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെ മാത്രമാവണമെന്നില്ല, മറ്റുള്ള ഏത് കുഞ്ഞുങ്ങളെയും സ്ത്രീകൾ കൂടുതൽ സ്നേഹിക്കും. അത് അവരുടെ ഒരു പ്രകൃതി സ്വഭാവമാണ്. അങ്ങനെ ആ കുഞ്ഞുങ്ങളോട് അവർക്ക് വാത്സല്യം ഉണ്ടാകുമ്പോൾ അത് പറയേണ്ട കാര്യമൊന്നുമില്ല, കുട്ടിക്കത് മനസ്സിലാവും. ഒരു കൊച്ചുകുട്ടിയോട് നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ ആ കുട്ടിക്കത് മനസ്സിലാവും. നമുക്കതിന് അവരോടൊരു കരുണയോ വാത്സല്യമോ ഉണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് മനസ്സിലാവും. പറയണ്ട, പെരുമാറണ്ട. അതിന് കാരണം ഇത് രണ്ടാത്മാക്കൾ തമ്മിലുള്ള ഒരു ബന്ധം, വിനിമയം അവിടെ സംഭവിക്കുന്നത് കൊണ്ടാണ്. അത് സ്നേഹമാണ്. അതാണ് സ്നേഹം. വളരെ ഡീപ്പായിട്ട്, വളരെ ആഴത്തിൽ മനുഷ്യനെയും സർവ്വജീവജാലങ്ങളെയും സർവ്വദേവീദേവന്മാരെയും ബന്ധിച്ചിരിക്കുന്നതാണ് ഈ സ്നേഹം. നിശബ്ദമായ സ്നേഹങ്ങൾ പരസ്പരം മനസ്സിലാകുന്നു എന്നുള്ളത് ഇതാണ് കാരണം. നമ്മുടെ ധാരണ ഒന്നും മറ്റുള്ളവർക്ക് അറിയില്ലെന്നാണ്. പക്ഷെ ഈ സ്നേഹം, വെറുപ്പ്, ഇതൊക്കെ പരസ്പരം നമ്മൾ പോലും അറിയാതെ മനസ്സിലാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹം, ലോകത്തിലെ നമ്പർ 1 എന്ന് പറയുന്നത്, ബാഹ്യമായി പറഞ്ഞാൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം തന്നെയാണ്. ഭൂമിയിലെ മനുഷ്യരുടെ ഇടയിലെ ഏറ്റവും സൂപ്പർ സ്നേഹം ഗുരുവും ശിഷ്യനും തമ്മിലുള്ളതാണ്. കാരണം യാതൊരു കലർപ്പുമില്ലാത്ത, അമ്മയും കുഞ്ഞും തമ്മിൽ വേറൊരു ബോണ്ടിങ് ഉണ്ട്, ഒരു ബന്ധമുണ്ട്. കുറച്ച് അതിനകത്ത് കണ്ടീഷൻസ് ഉണ്ട്, കുറച്ചേറെ സ്വാർത്ഥതയുണ്ട്. പക്ഷേ സ്വാർത്ഥതയില്ലാത്ത, കലർപ്പില്ലാത്ത ഭൂമിയിലെ സ്നേഹം എന്ന് പറയുന്നത് ഗുരു ശിഷ്യ ബന്ധമാണ്. പക്ഷെ അങ്ങനെ ഗുരുവും ശിഷ്യനൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ ആ ബന്ധം, കാരണം അൺകണ്ടീഷണൽ ആയിരിക്കും രണ്ടും. യാതൊരു കണ്ടീഷനും ഉണ്ടാവില്ല, യാതൊരു വ്യവസ്ഥയും ഉണ്ടാവില്ല. അമ്മയും കുഞ്ഞും തമ്മിലുള്ളതും, അച്ഛനും കുഞ്ഞിനും തമ്മിലുള്ളതും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതും, കാമുകനും കാമുകിയൊക്കെ തമ്മിലുള്ളതും എല്ലാം കണ്ടീഷനാണ്. അതെല്ലാം സ്നേഹത്തിന്റെ കലർപ്പുകളാണ്. എന്നാലും അതെല്ലാം സ്നേഹമാണ്. സ്നേഹം ദൈവികമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈശ്വരൻ തന്നെയാണ് സ്നേഹമെന്ന് പറയുന്നു. സ്നേഹം ദിവ്യമായതിനാൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയുടെയും നിഷ്കളങ്കതയുടെയും ലോകത്തിലേക്ക്, ഈശ്വരന്റെ സാന്നിധ്യത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ഈശ്വരന്റെ അടുത്തെത്താനുള്ള ഏറ്റവും പ്രധാന മാർഗങ്ങളിൽ ഒന്ന് സ്നേഹമാണ്. കപട സ്നേഹമല്ല, അത് പറയുന്നുണ്ട്. അത് നേരെ തിരിച്ചു സംഭവിക്കും. ഈശ്വരന്റെ അടുത്തെത്താനുള്ള ഒരേ ഒരു മാർഗം, ഏറ്റവും എളുപ്പമാർഗം സഹജീവി സ്നേഹമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക, വെറുക്കാതിരിക്കുക. വെറുക്കൽ നമ്മൾ ഈശ്വരനിൽ നിന്നും വളരെ ദൂരേക്ക് പോകുന്നു. ഒരു
ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ദീപത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് തുല്യമാണ് സ്നേഹം. ദീപത്തിൽ നിന്നും അകന്നകന്ന ഇരുട്ടിലേക്ക് പോകുന്നതാണ് വെറുപ്പ്. അതുകൊണ്ട് നമ്മളുടെ മനസ്സ് ശുദ്ധിയാവാനും നമ്മൾ നിഷ്കളങ്കരാകാനും അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഈശ്വരഭാവം നിറയാനുമുള്ള ഏറ്റവും അനുകൂലമായ ഒരു മാർഗം സ്നേഹമാണ്. ആത്മാവിനുള്ള ഭക്ഷണമാണ് സ്നേഹം. ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, ഒരു രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം പല തവണയായിട്ട്. ശരീരത്തിന് നമ്മളെപ്പോഴും ശരിക്കും തീറ്റിപ്പോറ്റുന്നു, താലോലിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. ആത്മാവിനുള്ള പോഷണം ഈശ്വരനാമമാണ്, സത്സംഗമാണ്. ഇത് രണ്ടിലും അപ്പുറത്ത് സ്നേഹമാണ്. അതുകൊണ്ടാണ് പറയുന്നത് സ്നേഹമാണ് അഖില ഭാരം ഒഴിയിൽ. സ്നേഹം നമ്മുടെ ഉള്ളിൽ സ്നേഹമുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നമ്മളിലേക്ക് എപ്പോഴും ഈശ്വരന്റെ ഒരു കണ്ണ് ഉണ്ടാകും. നമ്മളെ കുറച്ച് നേരം കൊണ്ട് പറയുന്നത് മുഴുവനും ഈശ്വരനും സ്നേഹവും തമ്മിലുള്ള കാര്യമാണ്. സ്നേഹത്തിന്റെ രണ്ടവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം പറഞ്ഞത് എന്താണ് സ്നേഹം എന്നാണ് കുറെ പറഞ്ഞത്. പറയാൻ സാധാരണ എളുപ്പമല്ലാത്ത ഒരു കാര്യം നമ്മൾ പറയാൻ ശ്രമിച്ചു. രണ്ടാമത് ഈ സ്നേഹം എന്നാൽ ഈശ്വരനുമായി എന്ത് ബന്ധം എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു.